നമസ്കാരം. ചേഞ്ച് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷൈജു കുര്യൻ. നമ്മുടെ സുഹൃത്ത് പിന്നണിയിലുണ്ട്. നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ, ഒരുപാട് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ആഹാര സാധനങ്ങൾ പിടിക്കുന്നു. ബ്രാൻഡഡ് ഫുഡ് കമ്പനിക്കാരുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നും മായം കലർന്ന ആഹാരങ്ങൾ പിടിക്കുന്നു. ഒരുപാട് ആൾക്കാർ, പാവപ്പെട്ടവർ ഇത് മേടിച്ച് കഴിച്ച് അസുഖബാധിതരാകുന്നു. ഇതിനെക്കുറിച്ചൊക്കെ താങ്കൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ മീഡിയകളിൽ കണ്ടേക്കുന്നത് പലയിടത്തുനിന്നും പഴകിയ ഫുഡുകൾ പിടിക്കുന്നു, അതുപോലെ മായം കലർന്ന പാക്കറ്റ് സാധനങ്ങൾ പിടിക്കുന്നു. പക്ഷേ ഇവയുടെ ഒന്നും പേര് നമ്മുടെ മീഡിയകളിൽ വരുന്നില്ല. ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയുടെ ഭാഗമായിട്ട് അവർ പേര് കൊടുക്കാത്തതായിരിക്കും. അതിനേക്കാളും ഞാൻ കരുതുന്നത് ഉദ്യോഗസ്ഥന്മാർ പേര് കൊടുക്കാത്തതല്ല, നമ്മുടെ മീഡിയകൾ അതിനെ അവരുടെ പരസ്യത്തിൻ്റെ വരുമാനം കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ലക്ഷ്യങ്ങളോട് കൂടിയോ അവർ ഒരിക്കലും കൊടുക്കാത്തതാണ് അല്ലേ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ITC എന്ന കമ്പനിയുടെ എപ്പി എന്ന നൂഡിൽസ് ഞാൻ മേടിക്കുന്ന ടൈമിൽ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് 2 മാസം കഴിഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അത് കഴിഞ്ഞിട്ട് 6 മാസം. ഞാനൊരു ചാനലിന് ഈ കാര്യങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ റിപ്പോർട്ടർ എന്നോട് തിരിച്ചു വന്നിട്ട് പറഞ്ഞ് അവരുടെ ചാനലിൻ്റെ അകത്ത് ഇടത്തില്ല. അന്നേരം അവർ ശരിക്കും അവരുടെ അഡ്വർടൈസ്മെൻറ്റ് അവരുടെ വരുമാനത്തെ ബാധിക്കുന്ന ഒരു കാര്യവും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് അല്ലേ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തെക്കാളും അവരുടെ ലാഭം മാത്രമല്ലേ അവരുടെ ലക്ഷ്യം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്നു. സാറേ, ഇതിനൊക്കെ മാതൃക വിദേശ UAE പോലുള്ള രാജ്യങ്ങളല്ല സാറേ. ഈ ഡേറ്റ് കഴിഞ്ഞ ആഹാര സാധനങ്ങളൊക്കെ അവർ പെട്ടെന്ന് ഇത് എടുത്ത് മാറ്റാൻ ഗവൺമെന്റ് ഓർഡർ എടുത്തില്ലേ? അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്ക് ശിക്ഷ നടപ്പാക്കത്തില്ല സാറേ? അവിടുത്തെ ആളുകൾക്ക് അവബോധമുണ്ട്. അവിടെ ഒരു ഡേറ്റ് കഴിഞ്ഞ് എക്സ്പയറി ആയ ഒരു സാധനം ഒരു കടയിലുണ്ടായാൽ പിന്നെ ആ സ്ഥാപനം തുറക്കേണ്ടി വരത്തില്ല. ആ സ്ഥാപനം പൂർണ്ണമായി പൂട്ടിപ്പോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ കഠിനമായ ശിക്ഷകൾ തന്നെ. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഷവർമ കഴിച്ച ആൾക്കാർ മരിച്ചു, ഫുഡ് പോയിസൺ വന്ന് ആൾക്കാർ മരിച്ചു. ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുന്ന നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയും നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം പോലും. എനിക്ക് അറിയാം, പണ്ട് ഞാൻ ഹോട്ടലുകളിൽ കയറിയപ്പോൾ എൻ്റെ കയ്യിൽ നിറങ്ങൾ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ അനുപമ എന്ന നമ്മുടെ ഒരു IAS ഉദ്യോഗസ്ഥ ഫുഡ് ഇൻസ്പെക്ടറായിട്ടിരുന്ന ടൈമിൽ ഈ നാട്ടിലെ ഹോട്ടലുകളിൽ കയറിയാൽ കയ്യിൽ ഒരിക്കലും കളർ പിടിക്കത്തില്ലായിരുന്നു. ശരിയാണ്, കുറച്ച് രുചി കുറയുന്നുണ്ട്. കാരണം ചിലപ്പോൾ അജിനാമോട്ട മാതിരിയുള്ള ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാത്തതായിരിക്കാം. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാട്ടിലെ സിസ്റ്റം മാറത്തുള്ളൂ. സാറേ, കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടു, 1 കിലോ ഉപ്പ് പൊടി മേടിച്ചിട്ട് അത് കലക്കിയിട്ട് ഒരു 50 ഗ്രാം 100 ഗ്രാമോളം കലങ്ങാതെ കിടക്കുന്നു എന്ന് പറയുന്നു. സാറേ, അത് എന്തായിരിക്കും സാറേ അത് കലങ്ങാതെ കിടക്കുന്നത്? കാരണം ഉപ്പ് വെള്ളത്തിൻ്റെ അകത്ത് ലയിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് കലങ്ങേണ്ടതാണ്. അത് കലങ്ങുന്നില്ലെങ്കിൽ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള സാധനങ്ങൾ ശരിക്കും മാലിന്യങ്ങളോ അല്ലെങ്കിൽ മായം കലർന്നതോ ആണ്. ആ മായം കലർന്നത് കൊണ്ട് മാത്രമാണ് അത് കലങ്ങാതെ വന്നേക്കുന്നത്. അത് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനങ്ങളും ശക്തമായി പ്രതികരിച്ചുകൊണ്ട് നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മാതിരി തന്നെ മാധ്യമങ്ങൾക്ക് ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം അവരും പാലിച്ചുകൊണ്ട് ശക്തമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇങ്ങനത്തെ തെറ്റായ പ്രവണതകൾ തീർച്ചയായും നിൽക്കും. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മുടെ സൈഡിൽ നിന്നും അതുപോലെ ജനങ്ങളുടെ സൈഡിൽ നിന്നും മാധ്യമങ്ങളുടെ സൈഡിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരുടെ സൈഡിൽ നിന്നും തീർച്ചയായും ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയോടെ എല്ലാവർക്കും നമസ്കാരം.